സൂപ്പർ ഹിറ്റ് പരമ്പര പവിത്രത്തിൽ നിന്നും നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സുരഭി സന്തോഷ് പിന്മാറിയെന്ന തരത്തിലുള്ള വാർത്തകൾ ഈയിടെ സോഷ്യൽ മീഡിയയിൽ പരക്കെ പടർന്നിരുന്നു. അതിനു പിന്നാലെ നടി തന്നെ രംഗത്തെത്തുകയും താൻ സീരിയലിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നും പവിത്രത്തിലെ വേദിയായി താൻ തന്നെ തുടരുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സുരഭിയുടെ ഒരു പുതിയ അഭിമുഖത്തിൽ നടന്ന സാഹസികമായ രംഗമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. ആരാണ് ആ തെറ്റായ വാർത്ത നൽകിയത്? പവിത്രത്തിൽ നിന്നും വേദയെ അഭിനയിക്കുന്ന സുരഭി പിന്മാറി എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിച്ചയാളെ ഇന്റർവ്യൂവിനിടയിൽ അവതാരിക പരിചയപ്പെടുത്തുകയായിരുന്നു. അതുൽ എന്ന യുവാവാണ് ഇത്തരത്തിലൊരു വാർത്ത ചമച്ചത്. അതുലിനെ ഉടൻ തന്നെ സുരഭിയുമായി കണക്ട് ചെയ്യുകയായിരുന്നു പരിപാടിയുടെ അവതാരക. തൻ താൻ സീരിയലിൽ നിന്നും പിന്മാറിയ തരത്തിലുള്ള വാർത്തകൾ ആരാണ് അതുലിന് നൽകിയതെന്നായിരുന്നു സുരഭി ഉടനെ ചോദിച്ചത്. എന്നാൽ അതുലും സുരഭിയും തമ്മിലുള്ള ഈ സംസാരം ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഒരു ചിരി പടർത്തുന്ന രംഗമായി മാറിയിരിക്കുകയാണ്. ഇടുന്നതായിരിക്കോ? ആവണം. ഏതാ ബിക്കോസ് അതിലൊരു സത്യമല്ല. ഫേക്ക് ന്യൂസ് ആണെന്ന് അവർക്ക് അറിയാം, അത് ഇടുന്നവർക്കേ അറിയാം അത് ഫേക്ക് ന്യൂസ് ആണെന്ന്. കാരണം അങ്ങനെ ഒരു അപ്പൊ അത് സീരിയലിന്റെ ഇൻഹൗസിൽ നിന്ന് കളിക്കുന്ന ഒരു പ്ലേ ആണോ? അല്ല. അല്ല അല്ല. അല്ല, നമുക്ക് അങ്ങനെ ഒരു നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പോലില്ല. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാണുണ്ടായിട്ടുണ്ടോ? ഇല്ല ചേച്ചി, അത് ബേസിക്കലി എന്തെന്ന് വെച്ചാല് ഇപ്പം ഒരു അങ്ങനെ പോപ്പുലാരിറ്റി വരുമ്പോ അത് ആ പോപ്പുലാരിറ്റി ഡിം ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ അതോ അതായത് അതിന്റെ അടിയിൽ കുറെ കമന്റുകളൊക്കെ അന്ന് നമ്മൾ കണ്ടു. ഇനി ഞങ്ങൾ ആരും ഈ സീരിയൽ കാണില്ല, കാണില്ല, വേദയെ മാറ്റി ഞങ്ങൾ ഈ സീരിയൽ കാണില്ല. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ ഒരു നമ്മുടെ കമന്റ് ബോക്സ് ഫുള്ള് പോസിറ്റീവായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും തോന്നിയൊരു തമാശയായിരിക്കാം, നമ്മളത് തമാശയായിട്ട് തന്നെ വിട്ടു. നിങ്ങളത് ആരാണ് അത് ആ പോസ്റ്റ് എഴുതിയത് ഒന്നും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല? ബോധേടല്ല. ഇല്ല. ബിക്കോസ് ഞങ്ങൾക്ക് എന്താന്നറിയില്ല, ഞങ്ങൾക്ക് അതിന്റെ പിന്നിൽ ഒന്ന് പോയി അന്വേഷിക്കണം എന്ന് തോന്നി. ഇത് ആരാണ് സുരഭിക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് അറിയാമോ? ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആളെ കണക്ട് ചെയ്ത് തരാം. ഒരു പാവം പയ്യനാണ്, അതുൽ എന്നാണ് പേര് അവന്റെ. അവൻ എന്തിനാണ് ഇങ്ങനെ ഇട്ടതെന്നുള്ളത് സുരഭി വേണം നേരിട്ട് ചോദിച്ചോളൂ. ഞാൻ ആളെ കണക്ട് ചെയ്ത് തരാം. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാമോ? ആണോ? ഞങ്ങൾ കണ്ടുപിടിച്ചു ആരാന്ന്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയല്ലോ. അതെ, ചോദിച്ചു അപ്പൊ നേരിട്ട്. പക്ഷെ വളരെ പാവം പയ്യനാട്ടോ, സംസാരിക്കുമ്പോ വളരെ അല്ലോ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ അവൻ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് എന്തിനാ? അവന് സുരഭിനെ അറിയ പോലുമില്ല. ഞങ്ങൾ ചോദിച്ചു, സുരഭിനെ അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ എന്തിനാ അവരിങ്ങനെ എഴുതണേ ചോദിച്ചു നോക്ക കൈയോടെ. ഇതിപ്പോ ഫോൺ എടുക്കണില്ലല്ലോ. ഹലോ ഹലോ, അതുൽ അതുൽ അല്ലേ? ഓക്കെ അതുൽ, ഞാൻ വേറൊരാൾക്ക് ഫോൺ കൊടുക്കാം. ഓക്കെ അല്ലെ, എന്നാലും ചോദിക്കണല്ലോ സത്യം എന്താണ്. ഹലോ. അതുൽ, ഞാൻ സുരഭിയാണ്, പവിത്രത്തില് വേദ എന്ന ക്യാരക്ടർ ചെയ്യുന്ന സുരഭി. അപ്പൊ ഞാനൊരു കാര്യം കേട്ടു, ഇങ്ങനെ ഞാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടാക്കിയത് അതുലാണെന്ന്. ഓക്കെ. നോ പ്രോബ്ലം. അല്ല വൈകി സുഹൃത്തിന് എവിടുന്നാ അങ്ങനെ ന്യൂസ് കിട്ടിയാ ഞാൻ പോകുന്നു? ആണോ? ഞാൻ പോകുന്നില്ല. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ അതുലിന്റെ അടുത്ത്. കൊറേ പേർക്ക് വിഷമമായി അതുലിന്റെ വീഡിയോ കണ്ടിട്ട്. നോ പ്രോബ്ലം. എന്തായാലും സംസാരിച്ചു. ഇങ്ങനെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഇട്ടതാണെന്ന്. അപ്പൊ അടുത്ത പ്രാവശ്യം ആണോ? അടുത്ത പ്രാവശ്യം എങ്ങനെ പറയുമ്പോഴേ നമ്മൾക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ചേച്ചി ഇങ്ങനെ ഒരു കാര്യം കേട്ടു, ശരിയാണോ എന്ന്. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ടിടണം. ബിക്കോസ് അതുൽ ഇടുന്നത് നമ്മൾ പോട്ടെ, ബട്ട് കുറെ ഓഡിയൻസിന് വിഷമം വരുന്നു. ഓക്കെ ശരി എന്നാ. ഓക്കെ, ഹാപ്പി വിഷു. പ്രശ്നം സോൾവ് ആയോടെ പെട്ടെന്ന്. അല്ല എന്തിനല്ല ഇപ്പൊ കണ്ടോ സംസാരിക്കണേ, ഞങ്ങള് സംസാരിക്കണേ. അല്ല അതാ പറഞ്ഞ, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു തമാശ, അല്ലെങ്കിൽ ആളുകൾക്ക് അത് ചിലപ്പോ അവര് സീരിയൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അവർക്ക് എന്താണെന്നൊന്നും അറിയില്ല, വെറുതെ കണ്ടുപോയി ഇവിടെ. അത് ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഒരു പാട്ട്
പോപ്പുലർ ആവുമ്പോ അതിൽ റീൽസ് ഇട്ടാ വ്യൂസ് കിട്ടും. അതെ. അപ്പൊ എന്താണോ പോപ്പുലർ ആയിട്ട് പോകുന്ന ഒരു കാര്യം കാര്യം അത് അതിന് സംബന്ധിച്ച് news എന്തെങ്കിലും ഇട്ട് നമ്മള് വീഡിയോസ് ഇട്ടാൽ അതിന് അതങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കലി ആയിരിക്കും. വ്യൂസ് നമ്മളങ്ങനെ വരും. തന്നെ അതിനെ കണ്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളത് അന്ന് പറഞ്ഞു. ആ, അതെ, അങ്ങനെ അതെ. Post ഇട്ടു. ശ്രീകാന്ത് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ബിക്കോസ് ഒത്തിരി പേര് ഇങ്ങനെ ചേച്ചി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, കഴിഞ്ഞു. അതവിടെ തീർന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോലും ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ആ പോസ്റ്റിൽ എഴുതി, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞിട്ടേ പോവുള്ളൂ. അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോഴൊക്കെ 5, 6, 7 years ഒക്കെ പോകുന്ന സീരിയൽ ആയിരിക്കും. നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് വിടേണ്ടി വരും. പേഴ്സണൽ റീസൺസ് വരാം. ബട്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ടച്ച് വുഡ് ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. ഇപ്പൊ ഈ സീരിയലിനകത്ത് പക്ഷെ വിക്രത്തിന് വേറൊരു നായികയും കൂടി ഉണ്ടല്ലോ, രാധ. ശരിക്കും രാധയോട് വിക്രത്തിന് സ്നേഹമാണോ അതൊരു കുഞ്ഞ് അനുജത്തിയോടുള്ള ഒരു സ്നേഹമാണോ? അത് പറയുന്നുണ്ട്, കൂടപ്പിറപ്പിനോടുള്ള സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അതായത് കൈ പിടിച്ച് നടന്ന കുട്ടിയാണ്, ഇത് കൈ പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കുട്ടിയാണെന്ന് പറയുന്നു. വിക്രം, ആ നിന്റെ പുറകെ ഇങ്ങനെ സ്നേഹിച്ച് നടന്ന് എന്റെ മൂക്കില് പല്ല് വരുന്ന എനിക്ക് തോന്നുന്നു. ഏതോ ഒരുത്തിയെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ നീ എന്റെ ആത്മാർത്ഥ സ്നേഹം മറന്നു അല്ലേ? ആ എന്തെങ്കിലും ഒരു ദിവസം നീ മനസ്സിലാക്കും, നോക്കിക്കോ കേട്ടോ. സഹോദരി സ്നേഹം അതൊന്നും അല്ല. ആൾക്കില്ല, ആൾക്ക് ഫുൾ ഓൺ പ്രേമമാണ്. രാധയുടെ അടുത്ത് ഇങ്ങനെ, അതായത് ഈ വിക്രം വേദ ഒന്നിക്കണം എന്ന് ആഗ്രഹമുള്ളവര് രാധേനെ ഭയങ്കരമായിട്ട് പറയും, ഇവൾക്ക് എന്തിന്റെ കേടാ, ഇവള് ഭയങ്കര സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവള് പറയാം, എടാ എനിക്ക് വിഷമമാണോടാ എന്നെ ഇങ്ങനെ കമന്റ്. ഞാൻ പറഞ്ഞു, നീ ആ ക്യാരക്ടർ ചെയ്യുന്നത് അത്രയും അടിപൊളിയായിട്ടാണ് ആളുകൾക്ക് ആ ക്യാരക്ടറിനോട് ദേഷ്യം.